രാമക്ഷേത്രത്തിലെ ഹുണ്ടിയിലേക്ക് ഒരു നാണയമിടുന്ന ഭക്തൻ വിശ്വസിക്കുന്നത് അത് രാമൻ്റെ പാദത്തിലേക്കാണ് വീഴുന്നത് എന്നാണ്. ആ വിശ്വാസത്തെ മുതലെടുത്താണ് 500 വർഷത്തെ കാത്തിരിപ്പ് എന്ന പേരിൽ ഹിന്ദുത്വ രാഷ്ട്രീയം അയോധ്യ മൂവ്മെൻറ്റിന് തുടക്കമിട്ടത്. ആ ഭക്തിയുടെ പേരിലാണ് ഒരു തലമുറ മുഴുവൻ തെരുവിലിറങ്ങിയത്, രക്തമൊഴുക്കിയത്, ഒരു മസ്ജിദ് വീണത്, ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ തിരുത്തി എഴുതിയത്. അതേ വിശ്വാസ പദ്ധതിയുടെ തുടർച്ചയിൽ ഇപ്പോൾ ഒരു ചാണകക്കൂനക്കടിയിൽ നിന്ന് 10 ലക്ഷം രൂപ ഒളിച്ചുവെച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. സ്നേഹം രാമനോടല്ല, ഉള്ളിലുള്ളത് ഭക്തിയുമല്ല എന്ന കനപ്പെട്ട യാഥാർത്ഥ്യം രാജ്യത്തിൻ്റെ നെഞ്ചിലേക്കെടുത്തു വയ്ക്കുന്നു അയോധ്യയിലെ കൊടും കൊള്ള. അയോധ്യയിൽ നടക്കുന്നത് ഒരു സാധാരണ അഴിമതി കഥയല്ല. അത് ഒരു മതേതര രാജ്യത്തിൻ്റെ ഉള്ളു കലക്കിയ ഘോഷയാത്രയുടെ മുൻനിരക്കാർക്ക് പരിപാടികളും പദ്ധതികളും വേറെയായിരുന്നുവെന്ന് തിരിച്ചറിയിപ്പിക്കുന്ന ഒരു ബ്രേക്കിംഗ് എപ്പിസോഡാണ്. ജയ് ശ്രീറാം വിളിച്ച് അധികാരത്തിൽ എത്തിയവർ തന്നെ ഉത്തരമൊന്നുമില്ലാതെ മുഖം പൂഴ്ത്തി നിൽക്കുന്നു. ചോദ്യം ഇതാണ്: രാമനെ സ്നേഹിച്ചവരാണോ അതോ രാമൻ്റെ പേരിൽ അധികാരം പണിതവരാണോ ഈ ഹുണ്ടിക്കടുത്ത് നിലയുറപ്പിച്ചവർ? സ്വാഗതം നിലപാടിലേക്ക്. ജൂൺ 13 ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങിയപ്പോൾ ആദ്യം പുറത്തു വന്നത് ഒരു ശുചിമുറിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പണമായിരുന്നു. പിന്നാലെ ഹുണ്ടി എണ്ണുന്ന വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ലവകുശ് മിശ്രയുടെ വീട്ടിൽ നിന്ന് ഏകദേശം 10 ലക്ഷം രൂപ കണ്ടെത്തി. ഒരു അലമാരയിൽ ഒളിച്ചും ചാണകക്കൂനക്കടിയിൽ പൂഴ്ത്തിയും വെച്ച ലക്ഷങ്ങൾ. പ്രതിമാസം 18,000 രൂപ ശമ്പളം വാങ്ങിയിരുന്ന ഒരു സാധാരണ കണക്കെഴുത്തുകാരൻ കോടികളുടെ വസ്തുവകകൾ സ്വന്തമാക്കിയത് എങ്ങനെ എന്നതാണ് അന്വേഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായത്. ഒരു ഓട്ടോ ഡ്രൈവറായിരുന്ന മറ്റൊരു ജീവനക്കാരൻ 50 കോടിയോളം രൂപയുടെ ആസ്തി ഉണ്ടാക്കിയെന്നും അതിൽ ഒരു ഹോസ്റ്റൽ കെട്ടിടവും റെസ്റ്റോറൻറ്റ് പങ്കാളിത്തവും ഉൾപ്പെടുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ. ക്ഷേത്ര ഭരണസമിതി ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ അടുത്ത സഹായിയും RSS VHP പ്രവർത്തകനുമായ രാംപ്രസാദ് യാദവ് എന്ന ടിന്നു യാദവിൻ്റെ വീട്ടിൽ നിന്ന് സ്വർണം കണ്ടെത്തിയതാണ് അന്വേഷണത്തിലെ മറ്റൊരു നിർണായക ഘട്ടം. ഭക്തർ കാണിക്കയായി നൽകിയ സ്വർണവും വെള്ളിയും ആഭരണങ്ങളും എങ്ങോട്ട് പോയി എന്ന് കൃത്യമായി ഒരു കണക്കുമില്ല. എവിടെയും രേഖപ്പെടുത്താതെ പെട്ടികൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നും ചിത്രങ്ങൾ മാത്രമാണ് രേഖയായി സൂക്ഷിച്ചത് എന്നും അലഹബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു പൊതുതാൽപര്യ ഹർജിയിൽ ആരോപിക്കപ്പെടുന്നു. കണക്കു പരിശോധനകളിലും രേഖപ്പെടുത്തലിലുമെല്ലാം വലിയ തിരിമറി നടന്നതായി ട്രസ്റ്റിൻ്റെ മുൻ അക്കൗണ്ട്സ് മേധാവിയുടെ വെളിപ്പെടുത്തലും ഹർജിയിലുണ്ട്. ആകെ 200 കോടിയെങ്കിലും തട്ടിച്ചുവെന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം എന്തെന്നാൽ പണം എണ്ണുന്ന മുറിയിലെ CCTV ദൃശ്യങ്ങൾ 45 ദിവസത്തേക്ക് മാത്രമേ സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അവ സ്വയം ഡിലീറ്റ് ആകുന്ന സംവിധാനമായിരുന്നു. ഇതിലും ഗുരുതരമായത് പണം എണ്ണുന്ന സമയത്ത് ജീവനക്കാർ ക്യാമറ മനഃപൂർവ്വം മറച്ചുവെച്ച സന്ദർഭങ്ങൾ SIT കണ്ടെത്തിയെന്നതാണ്. ദൃശ്യങ്ങളിൽ കൃത്രിമം കാണിച്ചതിൻ്റെ സൂചനകൾ ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ദേശീയതയ്ക്കും വിശ്വാസത്തിനും വേണ്ടി സംഘപരിവാരം ഉയർത്തിക്കാട്ടിയ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ മുറിയിൽ സത്യം ഒളിപ്പിക്കാൻ ആരെങ്കിലും ബോധപൂർവം ക്യാമറ മൂടിയിട്ടുണ്ടെങ്കിൽ അത് അശ്രദ്ധയല്ല, ഗൂഢാലോചനയാണ്. അതിലുള്ളത് ചില്ലറക്കാരുമല്ല. എവിടെയും എത്താത്ത അന്വേഷണം ഇപ്പോഴും ദുരൂഹത ഏറ്റി നിൽക്കുന്നു. സ്വജനപക്ഷപാതവും സ്വതന്ത്രമായ പരിശോധനയുടെ അഭാവവുമാണ് ഈ ദുരൂഹതയുടെ അടിത്തറ. ഇപ്പോൾ ഉയർന്ന ചോദ്യങ്ങൾക്ക് 3.5 പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. രാമക്ഷേത്ര നിർമ്മാണത്തിനായി രംഗത്തുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ മുൻനിരയിലില്ലാത്ത നിർമോഹി അഖാഡ ദീർഘകാലമായി ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. 1989-90 കാലത്തെ ശിലാപൂജൻ പ്രസ്ഥാനത്തിലൂടെ രാജ്യമെങ്ങുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് സമാഹരിച്ച പണവും ഇഷ്ടികകളും ക്ഷേത്ര നിർമ്മാണത്തിനല്ല, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സ്വന്തം സ്ഥാപനങ്ങൾ കെട്ടാനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും സർക്കാർ രൂപീകരണത്തിനും പോലും ഉപയോഗിച്ചു എന്നാണ് അവർ പറയുന്നത്. 14,100 കോടി രൂപയോളം ഇങ്ങനെ വഴിതിരിച്ചെടുത്ത് മുക്കിയെന്നാണ് നിർമോഹി അഖാഡയുടെ ആരോപണം. ഭക്തരുടെ പേരിൽ പണവും വോട്ടും ഒരുപോലെ പിരിച്ചെടുത്തു, പക്ഷേ അത് ഹിന്ദു വിശ്വാസത്തിന് വേണ്ടിയല്ല ഉപയോഗിച്ചത് എന്നത് ചെറിയ ആരോപണമല്ലല്ലോ. അതിനിതുവരെ കൃത്യമായൊരു ഉത്തരവും വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞിട്ടുമില്ല. ആത്മീയതയ്ക്കപ്പുറം ഒരു രാഷ്ട്രീയ പദ്ധതിയായി മാത്രം ക്ഷേത്രത്തെ കണ്ടവർക്ക് ആ പണം ദൈവത്തിൻ്റേതായിരുന്നില്ല, പ്രസ്ഥാനത്തിൻ്റേതായിരുന്നു. പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ പ്രസ്ഥാനത്തിൻ്റെ പണമെടുക്കുന്നതിൽ കുറ്റബോധം തോന്നേണ്ടതില്ലല്ലോ. അതാണ് ഈ ആവർത്തിക്കുന്ന അഴിമതികളുടെ മനഃശാസ്ത്രം. രാമൻ അവർക്കൊരു ദേവനായിരുന്നില്ല, ഒരു ബ്രാൻഡായിരുന്നു. ബ്രാൻഡിൻ്റെ ലാഭം ആർക്കും പങ്കിടാം എന്നതാണ് അവരുടെ കണക്ക് പുസ്തകത്തിലെ സിദ്ധാന്തം.
5 വർഷം മുൻപ് തന്നെ ധനവിനിയോഗത്തിലെ അസ്വാഭാവികതകൾ ഓഡിറ്റ് സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ചിട്ടയായ രേഖകളില്ലെന്നും പ്രവർത്തന രീതി അങ്ങേയറ്റം അൺപ്രൊഫഷണലായിരുന്നുവെന്നും ബാങ്ക് റീകൺസിലിയേഷൻ, യോഗ്യതയുള്ള അക്കൗണ്ടന്റുമാർ, HR സംവിധാനം, ഡാറ്റാ സുരക്ഷ ഇവയിലെല്ലാം വലിയ വിടവുകളുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രോട്ടോകോൾ പോലും ഉണ്ടാക്കിയില്ല രാമക്ഷേത്രത്തിൻ്റെ കാര്യകർത്താക്കൾ. ഇതിലും വിചിത്രമായ ഒരു വസ്തുതയുണ്ട്. സിയാൻഡേജിയിലെ ഒരു സർവീസ് ഉദ്യോഗസ്ഥൻ തന്നെ ട്രസ്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിൽ അംഗമായി ഇരിക്കുകയാണ്. ഭരണഘടനാ ഏജൻസിയുടെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സ്ഥാപനത്തിൻ്റെ ഭാഗമാണെങ്കിൽ സിയാൻഡേജിക്ക് എങ്ങനെ ഈ ട്രസ്റ്റിനെ നിഷ്പക്ഷമായി ഓഡിറ്റ് ചെയ്യാൻ കഴിയും? 2024 തന്നെ ഉയർന്ന ചോദ്യമാണിത്. സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു മത ട്രസ്റ്റിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് ഏതു ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് സിയാൻഡേജി ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ രൂപീകരിച്ച ഈ ട്രസ്റ്റിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പോലും ഇല്ലെന്നായിരുന്നു ആദ്യകാലത്തെ വിമർശനം. ആഭ്യന്തര മന്ത്രാലയത്തോട് വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ ഇത് സ്വയംഭരണ സ്ഥാപനമാണ് എന്ന മറുപടിയാണ് കിട്ടിയത്. ജനങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്ന സർക്കാർ വിജ്ഞാപനത്തിലൂടെ രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനത്തിന് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഇത്ര എളുപ്പത്തിൽ എങ്ങനെ മുങ്ങാൻ കഴിയുന്നു? അതാണ് ഈ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ദുരൂഹത. നോക്കൂ, കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ഓരോന്നും നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളാണ്. അവയ്ക്ക് സർക്കാർ നിയോഗിക്കുന്ന ഓംബുഡ്സ്മാനുണ്ട്. കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് ഓരോ വർഷവും കണക്ക് പരിശോധിക്കുന്നു. ആ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പബ്ലിക് രേഖകളായി ലഭ്യമാണ്. നിയമസഭയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു. ഹൈക്കോടതി നിരന്തരം മേൽനോട്ടം വഹിക്കുന്നു. തിരുപ്പതി ദേവസ്ഥാനം ആന്ധ്രാപ്രദേശ് സർക്കാർ രൂപീകരിച്ച ട്രസ്റ്റാണ്. അതിൻ്റെ ബോർഡിൽ സർക്കാർ പ്രതിനിധികളുണ്ട്. അക്കൗണ്ടുകൾ പൊതുപരിശോധനയ്ക്ക് വിധേയമാണ്. അയോധ്യയിലെ ട്രസ്റ്റിന് അത്തരമൊരു സ്ഥിരം, സ്വതന്ത്ര, പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഓഡിറ്റ് സംവിധാനമേയില്ല. അത് സ്വയം തീരുമാനിക്കുന്നു, സ്വയം ഓഡിറ്റ് ചെയ്യുന്നു, സ്വയം ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. പൊതുജനത്തിന് കണക്കറിയാൻ അവകാശമില്ലാത്തിടത്ത് അറിയാൻ ശ്രമിക്കുന്നവർ ദേശവിരുദ്ധരാകുന്നു. 2021 ഒരു ഭൂമി ഇടപാടാണ് ഈ ദുരൂഹതകളുടെ ആദ്യ വലിയ അടയാളം. അയോധ്യ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു ഭൂമി ഒരു സ്വകാര്യ വ്യക്തി 2 കോടി രൂപയ്ക്ക് വാങ്ങി. തൊട്ടടുത്ത നിമിഷം അതേ ഭൂമി ട്രസ്റ്റ് വാങ്ങിയത് 18.5 കോടി രൂപയ്ക്ക്. ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ സാന്നിധ്യത്തിൽ തന്നെ ഇടനിലക്കാർ 10 മിനിറ്റിനകം 16.5 കോടി ലാഭമുണ്ടാക്കി. സ്വതന്ത്രമായ ഒരു അന്വേഷണവും ഇതുവരെ നടന്നില്ല. തൃപ്തികരമായ ഒരു ഉത്തരവും ഇനിയും വന്നിട്ടുമില്ല. ഇതേ കാലയളവിൽ തന്നെ അയോധ്യയിലെ ഒരു പുരോഹിതൻ ഒരു ക്ഷേത്രഭൂമി രേഖകൾ വ്യാജമായി ഉണ്ടാക്കി ട്രസ്റ്റിന് 6 കോടി രൂപയ്ക്ക് വിറ്റു എന്ന കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഭൂമി വാങ്ങുമ്പോൾ പോലും ഇത്ര അടിസ്ഥാന പരിശോധന നടത്താൻ കഴിയാത്ത ഒരു സ്ഥാപനത്തിന് പിന്നെ ഹുണ്ടിയിലെ പണം എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? ഇതൊന്നും ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലെന്ന് ചരിത്രം പറയുന്നു. ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടം മുതൽ ഇതേ ട്രസ്റ്റിനെതിരെ ചുരുക്കത്തിൽ 6ഓളം സാമ്പത്തിക വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. 1989-90 ശിലാപൂജൻ ഫണ്ട് ദുരുപയോഗം, 21 ഭൂമി ഇടപാട്, വ്യാജരേഖയിലെ ക്ഷേത്രഭൂമി ഇടപാട്, ക്ഷേത്ര ഉദ്ഘാടന വേളയിൽ പ്രസാദത്തിൻ്റെ പേരിൽ നടന്ന 3.85 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ്, ഇപ്പോൾ ഈ ഹുണ്ടി തട്ടിപ്പും. കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തെ ഒരു ചാണകക്കൂനക്കടിയിൽ പൂഴ്ത്തിയവർ, ക്യാമറകൾ മൂടി കാണിക്ക എണ്ണിയവർ, 10 മിനിറ്റിൽ 16.5 കോടി ലാഭമെടുത്തവർ, വിവരാവകാശ നിയമത്തിൽ നിന്ന് മുങ്ങി ഒളിച്ചവർ, അവർ ആരാണ്? അവർ രാമനെ വിശ്വസിച്ചവരായിരുന്നില്ല. അവർ രാമൻ്റെ പേരിൽ കിട്ടുന്ന അധികാരത്തെ വിശ്വസിച്ചവരായിരുന്നു. ആത്മീയത ഒരു ലക്ഷ്യമായിരുന്ന ഒരാൾക്കും ലക്ഷങ്ങൾ ചാണകത്തിനടിയിൽ ഒളിപ്പിക്കാൻ കഴിയില്ല. ഈ അന്വേഷണം എങ്ങോട്ട് പോകുമെന്ന് ഇന്ന് ആർക്കും അറിയില്ല. അന്തിമ റിപ്പോർട്ട് വരുമോ? ആരെങ്കിലും ശിക്ഷിക്കപ്പെടുമോ? അതോ ദൂത് കാ ദൂത് പാനി കാ പാനി എന്ന വാഗ്ദാനം മറ്റൊരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായി ഒടുങ്ങുമോ? കാത്തിരുന്ന് കാണണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഭക്തിയും അധികാര രാഷ്ട്രീയവും ഒരുമിച്ച് ഒരു പണപ്പെട്ടി കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം പരാജയപ്പെടുന്നത് സുതാര്യതയാണ്, അവസാനം പരാജയപ്പെടുന്നത് വിശ്വാസവും. ഹുണ്ടിയിലെ നാണയത്തിന് ഒരു ശബ്ദമേ ഉള്ളൂ, അത് വീഴുമ്പോഴുള്ള ശബ്ദം. അതിനുശേഷം അതിനെന്ത് സംഭവിക്കുന്നു എന്നത് ദൈവമല്ല, മനുഷ്യരാണ് തീരുമാനിക്കുന്നത്. ആ മനുഷ്യർ ആരാണെന്ന് ഇപ്പോൾ ലോകം തിരിച്ചറിയുന്നു. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.